വാട്ട്സ് ഗൈസ്, ശ്രീ ഹിയർ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതേപോലെ നമുക്കൊരു റിവ്യൂ നടത്താനാണ്. സോ ദിസ് ഈസ് ദി ഗാലക്സി S25. വെറും S25 ആണ്. ഞാനിത് നമ്മുടെ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി എന്നെടുത്ത് പേഴ്സണൽ എൻ്റെ സിം ഉൾപ്പെടെ എല്ലാം ഇതിനകത്ത് കിടക്കുന്നത്. ആൻഡ് എൻ്റെ ഒരു യൂസർ റിവ്യൂ എന്നുള്ള രീതി കണ്ടാൽ ഇതൊരിക്കലും ഒരു എന്താ പറയുക, ഒരു സ്പെക് ബേസ്ഡോ ഒരു പ്രോപ്പർ റിവ്യൂ അല്ല, ഒരു യൂസർ പെർസ്പെക്റ്റീവിൽ ഞാൻ എങ്ങനെയാണ് പറയുന്നത് അതുപോലെ നിങ്ങൾ കേട്ടിരുന്ന സംഭവം എന്ന് വെച്ചാൽ, ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ വലിയ ഫോണൊക്കെ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. പക്ഷെ ദിസ് സൈസ് ഇസ് സോ ഗുഡ്. ഈ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഹാൻഡി ഫോണാണ് കേട്ടോ. നമ്മളിപ്പം എന്ത് കാര്യത്തിനാണെങ്കിലും ഈ 4 കോർണേഴ്സിലും കൈ റീച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു കൈ കൊണ്ട് ഉപയോഗിക്കാനൊക്കെ ചെറിയ അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ. ഒരു വലിയ ഫോണൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ട് ചെറിയ ഫോണിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഡിസൈൻ എലമെൻറ്റ് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എനിക്ക് വന്നൊരു തോട്ടാണ്, നെക്സ്റ്റ് ടൈം പ്രോബബ്ലി ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഡിവൈസായിട്ട് ഇതുപോലത്തെ ഒരു ചെറിയ ഫോൺ വാങ്ങിച്ചാലോ എന്ന് നല്ലൊരു തോട്ടാണ്. മേ ബി നമുക്ക് നോക്കാം. S26 ഇപ്പോൾ വരും, അതുകൊണ്ട് നമുക്ക് ഇതും കൂടെ കമ്പയർ ചെയ്യാം. എന്തായാലും സംഭവം എന്ന് വെച്ചാൽ ഡിസൈൻ ഭയങ്കര അടിപൊളിയാണ്. ഞാൻ സ്പെക്കൊന്നും പറയുന്നില്ല, സൈഡിലൊക്കെ അലുമിനിയം ആണ്, നല്ല കിടിലൻ കൺസ്ട്രക്ഷനാണ്, അത്യാവശ്യം IP റേറ്റിംഗും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷേ അതിനുപരി എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇൻ ഹാൻഡ് ഫീൽ ഉണ്ടല്ലോ. നമ്മൾ ലോങ് ടേമിലൊക്കെ കയ്യിലൊരു ഹാൻഡ് ഫീൽ ഉണ്ട്, കയ്യിലിങ്ങനെ ഇരിപ്പുണ്ട്. ഭയങ്കര സ്ലിമ്മായ ആ ഇൻ ഹാൻഡ് ഫീൽ കിട്ടത്തില്ല. പക്ഷേ റൈറ്റ് എമൗണ്ട് ഓഫ് വെയിറ്റ്, 163 ഗ്രാമോ 167 ഗ്രാമോ അങ്ങോട്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇറ്റ്സ് സോ ഗുഡ്. രണ്ടാമത്തെ സാധനം ഞാൻ വീണ്ടും അപ്രീഷിയേറ്റ് ചെയ്ത്, ഈവൻ ദോ ഞാൻ എൻ്റെ പേഴ്സണൽ ഡിവൈസായിട്ട് ഗ്രേറ്റസ്റ്റ് ഐഫോണൊക്കെ വന്നാലും സാംസങ്ങിൻ്റെ പാനൽസ് ഡിസ്പ്ലേ ഈസ് സോ ഗുഡ്. കളർ ആക്യുറസി ഒക്കെ അടിപൊളി. നമുക്കിപ്പം കണ്ടൻറ്റ് കാണാനാണെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂട്യൂബൊക്കെ എടുത്തൊരു വീഡിയോ കാണാനൊക്കെ ആണെങ്കിലും HDR വീഡിയോ ആയിക്കോട്ടെ, നെറ്റ്ഫ്ലിക്സിനകത്തുള്ള HDR വീഡിയോ ആയിക്കോട്ടെ, എന്ത് തേങ്ങയാണെങ്കിലും നല്ലതാണ്. ആൻഡ് ഈ ഒരു കുഞ്ഞു ഫോണിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് പോലെയുള്ള സ്പീക്കർ സിസ്റ്റം ഇതിനകത്തുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത്യാവശ്യം നല്ല സ്പീക്കേഴ്സാണ്. എന്ന് വെച്ചാൽ ഭയങ്കര കിടിലം ബെസ്റ്റ് എന്നൊന്നും പറയാം, പക്ഷേ ഈ സൈസിന് റെസ്പെക്റ്റബിൾ ആയിട്ടുള്ളൊരു സ്പീക്കർ സിസ്റ്റമാണ്. പിന്നെ നോട്ടബിളായിട്ട് എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നിയ ഗൈസ്, കുഞ്ഞു ഫോണായതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇറ്റ്സ് ബാറ്ററി ലൈഫ്. 4000 mAh ബാറ്ററി ലൈഫാണ്. ഗാലക്സിയുടെ സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് 3nm ചിപ്സെറ്റൊക്കെ ആയിട്ടുള്ള കിടിലം സാധനമൊക്കെ കൊടുത്തിട്ടുള്ളത്. എന്നാലും ബാറ്ററി ലൈഫ് പോരാ എന്ന് പറയുന്നതാണ് പൂർണ്ണമായ സത്യം. നമ്മുടെ പുതിയ ടെക്നോളജി ലൈക്ക് സിലിക്കൺ കാർബൈഡൊക്കെ ഈ ഫോൺ ഇറങ്ങിയ സമയത്തുണ്ട്, അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നന്നായതിനെ. ഒരു ദിവസം കിട്ടും നിങ്ങളുടെ പേഴ്സണൽ ഡിവൈസായിട്ട് വെളിയിലൊക്കെ ഫുൾ ടൈം നെറ്റൊക്കെ ഓണാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ, അത്യാവശ്യം എപ്പോഴും ക്യാമറയൊക്കെ യൂട്ടിലൈസ് ചെയ്തെടുക്കുന്ന ഒരാളെങ്കിൽ ഒരു ദിവസം കഷ്ടിച്ച് കിട്ടത്തേ ഉള്ളൂ. അത് ഞാൻ സത്യസന്ധമായി പറയാം. ഞാൻ അത് പറയുന്നത് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ്സ് വെച്ച്. ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ്സ് 5000, 6000, 7000 mAh ഒക്കെ ഫോണാണ്. സിലിക്കൺ കാർബൈഡ് ടെക്നോളജി എന്തൊക്കെ ചക്കയുണ്ട് അതെല്ലാം കൂടെ അടിച്ചു കയറ്റി വന്ന്. പക്ഷേ ഇതിനകത്ത് ഞാൻ അത്യാവശ്യം ക്യാമറ ഇൻറ്റൻസീവ് ഒക്കെ ആയിട്ട് ഉപയോഗിച്ച് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ദിവസം കിട്ടും മാക്സിമം ഒരു 4 to 5 hours ഓഫ് സ്ക്രീൻ ഓൺ ടൈമുള്ളൂ. അത് തന്നെയാണ് ഈ ഫോണിനകത്തെ ഗ്രേറ്റസ്റ്റ് ഹിഞ്ച്. ഇത് ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്നാണ് ഞാൻ പറയുന്നത്. ലോങ് ടേം എനിക്ക് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ചൊറി ഇതിൻ്റെ ബാറ്ററി ലൈഫ് തന്നെയാണ്, വേറെ ഒന്നുമല്ല. അത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ. പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ചൊറി എന്ന് പറഞ്ഞാൽ, ചൊറിയെന്ന് ഞാൻ പറയില്ല, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ക്യാമറാസ് എങ്ങനെയെന്ന് വെച്ചാൽ ഓക്കേഷ് ക്യാമറാസ് എന്ന് ഞാൻ പറയും. S25 ഒക്കെ പ്രൈസ് ചെയ്തേക്കുന്നത് നമുക്ക് ഇപ്പോഴും പ്രീമിയം കാറ്റഗറിയിലാണ്. ഒരു കൊച്ചു ഫോൺ. അപ്പോഴത്തേക്കും വിവോയുടെ X200, X300, FE, അതേപോലെ V70 ലൈറ്റ്, ഇതൊക്കെ വരുമ്പോൾ തന്നെ അതിൻ്റെയൊക്കെ ക്യാമറയുടെ കൂടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആ കൊടുക്കുന്ന എക്സ്ട്രാ എമൗണ്ടിനുള്ള സാധനം കിട്ടുന്നില്ല. കാരണം എക്സാമ്പിൾ, ഞാൻ ഇതിൻ്റെ 10 MP 3x ഒപ്റ്റിക്കലിന് വലിയൊരു ഫാൻ അല്ല. ഞാൻ ഭയങ്കര വലിയ ഫാനല്ല, സത്യം. സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ നമ്മളതിൻ്റെ ഫുൾ റിവ്യൂ ഉണ്ട്, അവിടെ പോയി പറഞ്ഞാൽ മതി. ഞാൻ ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് പോലെ ഞാൻ സംസാരിക്കുകയാണ്. രണ്ടാമത്തെ സാധനം എന്ന് വെച്ചാൽ വൈഡ് ആംഗിൾ ഷാർപ്പാണ്, വൈഡ് ആംഗിൾ ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ സംടൈംസ് എനിക്ക് വൈഡ് ആംഗിൾ വീഡിയോ ഒന്നും എടുക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റി തോന്നുന്നില്ല. മെയിൻ 50 MP ഷൂട്ടറിന്ന് വൈഡ് ആംഗിളിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഡ്രോപ്പ് സാധനം ഫീൽ എനിക്കുണ്ട്. വീഡിയോസിൻ്റെ പെർസ്പെക്റ്റീവിലാണെങ്കിൽ നോട്ട് ദി മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ യൂസിങ് ദിസ്. ഞാൻ ഭയങ്കര ഹാപ്പി അല്ല. ഫോട്ടോസിൻ്റെ പെർസ്പെക്റ്റീവിലാണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്, പക്ഷേ വേ ബെറ്റർ ഓപ്ഷൻസ് ഈ പ്രൈസ് റേഞ്ചിനകത്തുണ്ട്. വൈബ്രേഷൻ മോട്ടർ അടിപൊളിയാണ്, അതിനെക്കുറിച്ച് ഒന്നും പറയാമല്ലോ. കുഞ്ഞു ഫോണായതുകൊണ്ട് തന്നെ എവിടെ തൊട്ടാലും നമുക്ക് വൈബ്രേഷൻ, ആ ഒരു ടാക്ടൈൽ സെൻസേഷൻ നമുക്ക് കിട്ടും. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ള സാധനം എന്ന് വെച്ചാൽ ഗൈസ്, ദാറ്റ് ഇസ് റിഗാർഡിങ് സോഫ്റ്റ്വെയർ. ഇവൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് സുപ്രീമാണ്.
One UI-യുടെ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ കുഞ്ഞു ഫോണിനകത്ത് ഇടുമ്പോൾ അത് ഭയങ്കര അടിപൊളിയായിട്ട് രസം. അതെ, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ചിലവർ അണ്ടർ റേറ്റ് ചെയ്ത് വെച്ച് കാണുന്നൊരു സാധനമാണ്. പക്ഷേ ഗൈസ്, ഫോൺ എടുക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ അത്യാവശ്യം നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഉള്ളൊരു ഫോൺ എടുത്ത് ഉപയോഗിക്കുമ്പോഴേ നിങ്ങൾക്ക് അത് കാര്യം മനസ്സിലാവും. ഞാൻ എന്തിനാണ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുന്നത്? കാരണം ഭയങ്കര ഫ്ലൂയിഡിക് ആനിമേഷൻ, 120 ഹെർട്സ് ഡിസ്പ്ലേ ഒക്കെ ഒഴുകി 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 പോകുന്നുണ്ട്. ഭയങ്കര രസമാണ്. പിന്നെ അതിനകത്ത് സോഫ്റ്റ്വെയറിൽ നമുക്ക് എങ്ങനെ രീതിയിലുള്ള കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സാംസങ്ങിൻ്റെ വലിയൊരു ഒരു പ്ലസ് പോയിന്റ് അതാണ്. സോഫ്റ്റ്വെയർ റിലയബിലിറ്റിയും സാംസങ്ങിനായിട്ട് ഭയങ്കരമുണ്ട്. ഇതിന് S25 അങ്ങനെ വര വീഴണ ഇഷ്യൂ ഒന്നും ഞാൻ ഒരുപാട് കണ്ടില്ല. ഈ ഫോണിന് അറ്റ്ലീസ്റ്റ് വര വീണില്ല. എല്ലാ അപ്ഡേറ്റ്സും ടൈംലി ആയിട്ട് തന്നെ പോകുന്നുണ്ട്. വര വീണായിട്ടുള്ള ഇഷ്യൂ വലുതായിട്ടൊന്നുമില്ല. ഓവറോൾ എനിക്ക് പറയാനുള്ളത്, S24 S25 സൈഡ് ബൈ സൈഡ് വെച്ച് നോക്കിയാൽ ഭയങ്കര ജനറേഷണൽ അപ്ഗ്രേഡ് അല്ല. ചെറുതായിട്ട് ക്യാമറാസ് ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്, സോഫ്റ്റ്വെയറിൽ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്, ബാറ്ററി ലൈഫിൽ സെയിം ആണെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ നിങ്ങൾ ഈ പ്രീമിയം പ്രൈസ് കൊടുത്തെടുക്കുന്നതിനകത്ത് കാര്യമുണ്ടോയെന്ന് വെച്ചാൽ ഗൈസ്, പ്രോബബ്ലി നോ. എൻ്റെ റിവ്യൂവിൽ നിന്ന് ഞാൻ ചിലപ്പം പറയുന്നത് വേറെ തിരിച്ചായിരിക്കും. പക്ഷേ ലോങ് ടേം യൂസേജിനകത്ത് നിങ്ങളുടെ ആ ന്യൂനെസ് ഉണ്ടല്ലോ, ഈ കുഞ്ഞൊരു ഡിസ്പ്ലേ ഉപയോഗിക്കുന്ന ന്യൂനെസ് അങ്ങ് പോവും. പിന്നെ അതേപോലെ സോഫ്റ്റ്വെയറിനകത്തുള്ള പുതുമ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ശരിക്കും വേണ്ട കാര്യങ്ങൾ ലൈക്ക് ബാറ്ററി ലൈഫ്, ഇച്ചിരി ബെറ്റർ ക്യാമറാസ്, അങ്ങനത്തെ ഹീറ്റിംഗ് ഫോണിനകത്തുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഹീറ്റിംഗ് ഉണ്ട്. ഈവൻ ഇത് ഗെയിമിങ്ങിനുള്ളൊരു ഫോണൊന്നും അല്ലെങ്കിലും നിങ്ങൾ ഫോൺ പുഷ് ചെയ്തൊരു ദിവസം യൂസ് ചെയ്താൽ ഫോൺ അത്യാവശ്യം ഹീറ്റ്, കുഞ്ഞു ഫോണാണ്, എക്സ്പെക്റ്റഡ് ആണ്, പക്ഷേ ഹീറ്റിംഗ് ഉണ്ട്. എന്നാൽ നിങ്ങൾ ഈ പ്രീമിയം 60,000 70,000 രൂപയൊക്കെ കൊടുത്തെടുക്കുമ്പം ഐ ഡോണ്ട് തിങ്ക് അത് ഭയങ്കര വാല്യൂ ഫോർ മണി ഓപ്ഷനാണ്. ആസ് ഓഫ് റൈറ്റ് നൗ ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ S25 എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എബൌട്ട് 60,000 അതിന് മേളിലെന്തോ ആണ്. ആ ഒരു പ്രൈസ് റേഞ്ചിന് ഐ എം നോട്ട് ഹാപ്പി വിത്ത് ദ പ്രൈസിങ്. 74,000 എൻ്റെ പൊന്നു. ഈ പ്രൈസിനും സത്യം പറഞ്ഞാൽ ഇപ്പം ഫ്ലിപ്കാർട്ടിൽ ഗാലക്സി S24 ഒക്കെ കിടപ്പുണ്ട് 40,000 രൂപയ്ക്ക് താഴെയൊക്കെ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം നിങ്ങൾക്ക് ഒരുപാടൊന്നും കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഈ ചെറിയ ഫോം ഫാക്ടറും ആ ക്യാമറയും കാര്യങ്ങളും ഒക്കെ എക്സ്പീരിയൻസ് ആണെങ്കിൽ പ്രോബബ്ലി 10-30,000 രൂപ സേവ് ചെയ്ത് നിങ്ങൾ S24 എടുക്കുക. അല്ലെങ്കിൽ ഓപ്പൺ ബോക്സ് ആയിട്ടുള്ള S24 ഒക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് 30-35 28 രൂപയ്ക്കൊക്കെ കിട്ടും. അതെടുക്കുക. അല്ലാതെ 70 രൂപയൊന്നും കൊടുത്ത് ഇത് എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തേയില്ല. അതാണ് സത്യസന്ധമായ കാര്യം. സോ അല്ലെങ്കിൽ ഗൈസ്, വേറൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ യു ക്യാൻ വെയിറ്റ്. S26 ഇസ് റൈറ്റ് അറൗണ്ട് ദ കോർണർ. ഇച്ചിരി നല്ല റൂമേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്. പക്ഷെ അതും ഒരു റിഫൈൻമെൻറ്റ് അപ്ഗ്രേഡ് ആകുമോ എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. സോ ഗൈസ്, ഞാൻ ഒരുപാട് നിങ്ങളത് വളച്ച് നീട്ടാതെ കാര്യം പറയാം. ഇപ്പം നിങ്ങൾ S25 എടുക്കണമെന്ന് വെച്ചാൽ നോ. കാരണം ഒന്നാമത്തെ കാര്യം S26 ഇപ്പം ഇറങ്ങും. രണ്ടാമത്തെ കാര്യം S25 പ്രൈസ് ആകുമ്പോൾ വലിയായിട്ട് കുറച്ചിട്ടൊന്നുമില്ല. ഇപ്പോഴും ഓൾ ടൈം ഹൈയിലൊക്കെ നിൽക്കുകയാണ്. 60 ഓഫേഴ്സ് വരുമ്പോൾ തന്നെ 60 ആ ഒരു റേഞ്ചിനൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ 70-നൊക്കെ മേളിലാണ്. മൂന്നാമത്തെ റീസൺ, S24 ഫണ്ടമെൻ്റലി ഇതും വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് അത് 40,000 രൂപയ്ക്കൊക്കെ കിട്ടുവാണെങ്കിൽ ഗൈസ് ധൈര്യമായിട്ട് അത് എടുക്കാനേ ഞാൻ പറയാം. അല്ല ഇത് എടുക്കാനൊന്നും പറയത്തില്ല. എന്നാലും ഗൈസ്, S24 ആണെങ്കിലും S25 ആണെങ്കിലും നിങ്ങൾക്ക് ഇറങ്ങാൻ പോകുന്ന S26 ആണെങ്കിലും ആദ്യം തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ട്വിൻസ് മൊബൈൽസ് പട്ടത്തേക്ക് കിട്ടും. അവിടെ സാധനങ്ങളെല്ലാം വന്നിരിപ്പുണ്ട്. നിങ്ങൾക്ക് പോകാം, ഫോട്ടോ എടുക്കാം, ഉപയോഗിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡിസിഷൻ എടുക്കാം. സോ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഗൈസ്, ഞാൻ എൻ്റെ വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ പോവാ. ആസ് ഓഫ് റൈറ്റ് നൗ S25 നിങ്ങൾ എടുക്കണമെന്ന് എൻ്റെ അടുത്ത് വെച്ചാൽ ഒരു വാല്യൂ പെർസ്പെക്റ്റീവിൽ നിന്ന് വെയിറ്റ് എന്ന് ഞാൻ പറയും. S26 എടുക്കുക അല്ലെങ്കിൽ S24 എടുക്കുക. സോ ഗൈസ്, ശ്രീ ഹിയർ. ഇതേപോലത്തെ യൂസർ എക്സ്പീരിയൻസോ യൂസർ റിവ്യൂ ഒക്കെ നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്യുന്നതായിരിക്കും. ടോക്ക് ടു യു ഗൈസ് ലേറ്റർ. ഐ ലവ് യു.